ഒന്ന് രാജാക്കന്മാർ അധ്യായം 8. വാഗ്ദാന പേടകം ദേവാലയത്തിൽ. കർത്താവിൻ്റെ വാഗ്ദാന പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്ര നേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചു കൂട്ടി. 7-ാം മാസമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്നു ചേർന്നു. പുരോഹിതന്മാർ പേടകം വഹിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് കർത്താവിൻ്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും പേടകത്തിൻ്റെ മുൻപിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലി കഴിച്ചു കൊണ്ടിരുന്നു. പുരോഹിതർ കർത്താവിൻ്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂബുകളുടെ ചിറകുകൾക്ക് കീഴിൽ സ്ഥാപിച്ചു. കെരൂബുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മറച്ചിരുന്നു. തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രങ്ങൾ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്ന് കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. അവ ഇപ്പോഴും അവിടെയുണ്ട്. മോശ ഹോറബിൽ വെച്ച് നിക്ഷേപിച്ച 2 ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ സോളമൻ പറഞ്ഞു, കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു. എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. രാജാവ് തിരിഞ്ഞ് കൂടി നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം തൻ്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുന്ന് ദാവീദിനോട് അരുളി ചെയ്തു, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ ഒരു നഗരവും തിരഞ്ഞെടുത്തില്ല. എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എൻ്റെ പിതാവായ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു. എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലത് തന്നെ, എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല. നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും. ഇതാ കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഞാനൊരു ആലയം നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വെച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്.